തീവ്ര വോട്ടർ പട്ടിക പുനഃപരിശോധന SIRക്കെതിരെ നാറാത്ത് ടൗണിൽ പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചു. തീവ്ര വോട്ടർ പട്ടിക പുനഃപരിശോധനയ്ക്കെതിരെ നാറാത്ത് ടൗണിൽ LDF സംഘടിപ്പിച്ച ജനകീയ പ്രതിഷേധം കോൺഗ്രസ് AICC മെമ്പർ അഡ്വക്കേറ്റ് KV മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ TC ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മയിൽ ഏരിയ കമ്മിറ്റി അംഗം K ബൈജു സ്വാഗതവും പറഞ്ഞു. തുടർന്ന് മയിൽ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ P പവിത്രൻ, N അശോകൻ എന്നിവർ സംസാരിച്ചു. P പവിത്രൻ, N അശോകൻ, പ്രിയപ്പെട്ട C സോമേട്ടൻ, മുഹമ്മദ് കുഞ്ഞി, രാധാകൃഷ്ണൻ, ജനാധിപത്യ വിശ്വാസം, തീവ്ര തെരഞ്ഞെടുപ്പ് പരിഷ്കരണത്തിനെതിരെയുള്ള ജനകീയ സദസ്സ് ഈ നാറാത്ത് ടൗണിൽ നടക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെയൊക്കെ മനസ്സിലേക്ക് കടന്നു വരുന്ന കുറേ ചിത്രങ്ങളുണ്ട്. രാജ്യത്തിൻ്റെ ഭരണഘടനയെയും രാജ്യത്തിൻ്റെ ഭരണഘടനാ സ്ഥാപനങ്ങളെയുമെല്ലാം എങ്ങനെ ദുർബലപ്പെടുത്താമെന്ന് ശാസ്ത്രീയമായി തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭരണ സംവിധാനം ഈ രാജ്യത്തിൻ്റെ ഭരണത്തിൻ്റെ കടിഞ്ഞാണുമായി മുന്നോട്ട് പോകും. ഒരു പ്രാവശ്യം ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ പിന്നീട് 50 വർഷവും ഈ രാജ്യം ഭരിക്കുമെന്ന് പ്രഖ്യാപിച്ച ഒരു മനുഷ്യനാണ് ഈ രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി. രാജ്യത്തിൻ്റെ ജനവികാരത്തിന്, രാജ്യത്തിൻ്റെ ജനവിധിക്ക് ഒരു പ്രാധാന്യവുമില്ല എന്നും ഒരു പ്രാവശ്യം ഭരണത്തിലെത്തിയാൽ പിന്നീട് ഈ രാജ്യത്തിൻ്റെ ഭരണം മുഴുവൻ 50 വർഷക്കാലത്തേക്ക്, അരനൂറ്റാണ്ടുകാലം ഞങ്ങൾ കൊണ്ടുപോകുമെന്ന് RSSൻ്റെ കാര്യാലയത്തിൽ വെച്ച് പ്രഖ്യാപിക്കാൻ ഏതെങ്കിലും ഒരാൾക്ക് സാധിക്കുന്നുവെങ്കിൽ നടക്കാൻ പോകുന്നത് ജനവിധിയല്ല എന്നും ജനവിധിയുടെ അട്ടിമറിയാണ് എന്ന് മനസ്സിലാക്കാൻ വലിയ രാഷ്ട്രീയ വീക്ഷണമൊന്നും നമുക്ക് ആർക്കും ഉണ്ടാകേണ്ടതുണ്ട്. മൂന്നാമത്തെ പ്രാവശ്യമാണ് രാജ്യത്തിൻ്റെ ഭരണകൂടം നരേന്ദ്രമോദിയുടെ കയ്യിലേക്ക് കഴിഞ്ഞ വർഷം എത്തിച്ചേർന്നത്. രാജ്യം എവിടെ നിൽക്കുന്നു എന്നതിൻ്റെ ഒരു ചെറിയ രൂപമാണ് അധ്യക്ഷ സഖാവ് വിവരിച്ചത്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ ആമുഖമായി എഴുതി വെച്ചൊരു വാചകമുണ്ട്: We the people of India having solemnly resolved to constitute an India. പിന്നീട് വിശേഷണങ്ങളാണ് ഈ രാജ്യം എന്താകണം, ഈ രാജ്യം എന്താണ് ഈ രാജ്യത്തിൻ്റെ ജനങ്ങളുടെ തീരുമാനം എന്നതിൻ്റെ തീരുമാനം. ഹാവിംഗ് സോളംലി റിസോൾവ്ഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ ഇന്ത്യ ഇൻടു എ സോവറീൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നാണ്. സെക്യുലർ എന്ന പദം പിന്നീട് ശ്രീമതി ഗാന്ധി 70-ക്ക് ശേഷം ഇന്ത്യയുടെ ഭരണഘടനയോട് എഴുതി ചേർത്തൊരു വാചകം. രാജ്യത്തിൻ്റെ അടിസ്ഥാന ശിലകളെല്ലാം, ഈ രാജ്യത്തിൻ്റെ പരമാധികാരം എന്നത് ഒരു ജനാധിപത്യത്തിൻ്റെ അധിഷ്ഠിതമായ പരമാധികാര രാഷ്ട്രമാണ്. എൻ്റെയും നിങ്ങളുടെയും രാജ്യത്തിൻ്റെ പരമാധികാരം എന്നത് ഒരു മതേതര രാജ്യത്തിൻ്റെ പരമാധികാരമാണ്. എൻ്റെയും നിങ്ങളുടെയും രാജ്യത്തിൻ്റെ പരമാധികാരം എന്നത് ഒരു സോഷ്യലിസ്റ്റ് രാജ്യത്തിൻ്റെ പരമാധികാരമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഭരണഘടന ലോകത്ത് എല്ലാ രാജ്യങ്ങൾക്കുമൊന്നുമില്ല. വളരെ അപൂർവമായി ഇത്രയും മനോഹരമായി ഒരു രാജ്യത്തെ വിളിച്ചു പറയുന്നുണ്ട്. നമ്മുടെ സ്വാതന്ത്ര്യ സമരകാലത്തെക്കുറിച്ച് നമുക്കറിയാം. 100 കണക്കിന് നാട്ടുരാജ്യങ്ങൾ പരസ്പരം തമ്മിലടിക്കുന്ന അധികാരത്തിന് വേണ്ടി ഭൂമിക്കും സ്ത്രീകൾക്കും വേണ്ടി പോലും കലഹിക്കുന്ന നാട്ടുരാജ്യക്കന്മാരുടെ ഒരു വലിയ കൂട്ടമായിരുന്നു, 100 കണക്കിന് രാജ്യങ്ങളുടെ കൂട്ടമായിരുന്നു രാജ്യം 47-ന് മുമ്പ്. നമ്മുടെ ഈ കേരളം പോലും 3 പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ എന്ന് പറയാവുന്ന 3 മലബാർ മദ്രാസിൻ്റെ ഒക്കെ ഭാഗമാണ് എങ്കിൽ തിരുക്കൊച്ചിയും തിരുവിതാംകൂറും ഒക്കെ ചില പ്രത്യേക രാജ്യങ്ങളായിരുന്നു. പരസ്പരം കലഹിക്കുന്ന 100 കണക്കിന് രാജ്യങ്ങളെ ഒറ്റ ചരടിൽ കോർത്ത മാലയെ പോലെ കൊണ്ടുവന്ന നമ്മുടെ രാഷ്ട്രീയ വികാരമുണ്ടായിരുന്നു, ദേശീയ വികാരമുണ്ടായിരുന്നു. അത് ഈ രാജ്യത്തെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്ന മഹാത്മാവിൻ്റെ പ്രഖ്യാപനമായിരുന്നു. ആ പ്രഖ്യാപനത്തിൽ അധിഷ്ഠിതമായ, സ്വന്തം ജീവിതം കൊണ്ട് കാണിച്ചു കൊടുത്ത പ്രവർത്തനത്തിൽ അധിഷ്ഠിതമായ ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമായിരുന്നു. ഈ രാജ്യത്തിൻ്റെ എല്ലാ മതത്തിൻ്റെയും മതിൽക്കെട്ടുകൾക്കപ്പുറത്തും, എല്ലാ ജാതിയുടെയും മതിൽക്കെട്ടുകൾക്കപ്പുറത്തും
എല്ലാ താല്പര്യങ്ങളുടെയും മതിൽക്കെട്ടുകൾക്കപ്പുറത്ത് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒറ്റച്ചരടായി അങ്ങോളം ഇങ്ങോളം ഒരു മനുഷ്യന്റെ കീഴിൽ രാജ്യം അങ്ങോളം ഇങ്ങോളം ആയുധമില്ലാതെ അഹിംസയിലൂടെ പോരാടി നേടിയ വിജയം എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ അടിസ്ഥാനപരമായ മതേതൃത്വ ചിന്തയുടെ ഘടനയാണ്. ആ ഒരു മതേതൃത്വ ചിന്തയിൽ അധിഷ്ഠിതമായ ഒരു രാജ്യം 75-76 വർഷത്തിന്റെ സ്വാതന്ത്ര്യം അതൊരു വലിയ കാലഘട്ടമല്ല. രാജ്യങ്ങളുടെ കണക്കെടുത്ത് നോക്കിയാൽ 75 വർഷം എന്നത് യുവത്വം പോലുമായി എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ശൈശവ ഘട്ടം കഴിഞ്ഞ ഒരു രാജ്യമാണ് നമ്മുടെ ലോകരാജ്യങ്ങളുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ ഇന്ത്യ. ആ ഘട്ടത്തിൽ തന്നെ ഇന്ത്യയുടെ ഇത്രയും വലിയ സാമ്രാജ്യത്വ ശക്തിയെ മതത്തിന് അതീതമായ, ജാതികൾക്ക് അതീതമായ, മറ്റ് താല്പര്യങ്ങൾക്ക് അതീതമായി ഒരുപോലെ ജീവിച്ച 36 കോടി ജനങ്ങൾ, ആ 36 കോടി ജനങ്ങളിൽ നിന്ന് ഇന്ന് 136 കോടി ജനങ്ങളിൽ എത്തിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു ഭരണകൂടം ഈ രാജ്യത്തെ ജനങ്ങളെ വിഭജിക്കുക എന്നതിന്റെ ഏറ്റവും പ്രകടമായ പ്രഖ്യാപനങ്ങളും ഭരണ സംവിധാനങ്ങളും നടപ്പിലാക്കുമ്പോഴാണ് പ്രതിഷേധ സ്വരങ്ങളുമായി, പ്രതിഷേധ സദസ്സുമായി കേരളത്തിലെ ഉൾപ്പെടെ രാജ്യത്തിന്റെ ജനങ്ങൾക്ക് മുന്നോട്ട് വരേണ്ടി വരുന്നത്. ഇവിടെ സൂചിപ്പിച്ച കുറെ കാര്യങ്ങളുണ്ട്. എങ്ങനെ ഒരു രാജ്യത്തെ വിഭജിക്കാം, മതത്തിന്റെ അടിസ്ഥാനത്തിൽ, വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ മതേതരത്വത്തെ എങ്ങനെ തകർത്തെഴുതിയാമെന്നോ ബോധപൂർവമായ നയസമീപനങ്ങളുടെ മുന്നോട്ട് പോകുന്ന ഒരു ഭരണകൂടം രാജ്യം ഭരിക്കുന്നു. തീവ്ര ഹിന്ദു വർഗീയവാദികളാണ് ഈ രാജ്യത്തെ 74% വരുന്നത് ഹിന്ദു സമുദായത്തിൽപ്പെട്ടവരാണ്. ഭൂരിപക്ഷം വരുന്നത്, ന്യൂനപക്ഷമായി വരുന്നത് 26%. 12% വരുന്ന മുസ്ലിങ്ങളും 3%-അടുത്ത് വരുന്ന ക്രിസ്ത്യാനികളും പാർസികളും ഒക്കെയാണ്. ജൈനരും അങ്ങനെ 6 ന്യൂനപക്ഷങ്ങളാണ് ഈ രാജ്യത്തിലുള്ളത്. ഭൂരിപക്ഷം വരുന്നത് മുസ്ലിങ്ങളാണ്. ന്യൂനപക്ഷത്തിൽ ഭൂരിപക്ഷം വരുന്നത് മുസ്ലിം സഹോദരങ്ങളാണ്. 76% ഹൈന്ദവരുള്ള ഈ രാജ്യത്ത് 36% വോട്ടിന്റെ മാത്രം ഭൂരിപക്ഷത്തിൽ ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ തകർത്തെറിയാൻ കഴിയുന്ന ഒരു ഭരണകൂടത്തിന് സാധിക്കുന്നുവെങ്കിൽ ശേഷിക്കുന്ന 64% വരുന്ന ഈ രാജ്യത്തെ മതേതരത്വ വിശ്വാസികളുടെ പിന്നിപ്പാണ് അതിന്റെ അടിസ്ഥാനമെന്ന് മനസ്സിലാക്കാനുള്ള മിനിമം ബോധം ഈ രാജ്യത്തെ ജനതയും ഈ രാജ്യത്തെ ജനങ്ങളും തീരുമാനിച്ചാൽ ഈ രാജ്യത്തിന്റെ ഫാസിസ്റ്റ് ഭരണകൂടത്തെ തകർത്തെറിയാൻ സാധിക്കും. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ട് മൂന്നാമതും അങ്ങനെ ഒരു ഭരണകൂടം ഈ രാജ്യത്ത് വന്നു? നാം പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. 36% മാത്രം വോട്ട് ഈ രാജ്യത്ത് നേടിയ ഒരു ഭരണകൂടം രാജ്യത്ത് മൂന്നാമതും രാജ്യത്തിന്റെ ഭരണഘടനയെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിൽ 360-ൽ നിന്ന് 240 താഴ്ന്നുവെങ്കിൽ പോലും എങ്ങനെയാണ് 240 എന്നതിന്റെ വസ്തുതയൊക്കെ നമുക്കറിയാം. അതൊക്കെ മാറ്റി നിർത്തിയാൽ പോലും മുഖവിലക്കെടുക്കുന്നു. 240 മെമ്പർമാർ അവർക്കുണ്ടായിട്ടുണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ. എന്തു നമുക്ക് മുഖവിലക്കെടുക്കാം പ്രാഥമികമായി? അങ്ങനെയാണ് എങ്കിൽ പോലും ഈ രാജ്യത്തിന്റെ ഭരണകൂടം കൈയാളുന്നതിന് 36% വോട്ട് കൊണ്ട് ഹിന്ദുത്വത്തിന്റെ പേരിൽ വോട്ട് ചോദിക്കുന്ന ഒരു സംഘപരിവാർ ശക്തിക്ക് 74% വരുന്ന ഈ രാജ്യത്ത് ഹിന്ദുക്കളുടെ പകുതി പോലും അതുവരെ പോലും പ്രതിദാനം കഴിയാത്ത സാഹചര്യത്തിൽ പോലും ഭൂരിപക്ഷം വരുന്ന ഇന്ത്യയിലെ മതേതരത്വ ഹിന്ദുവിനെ പോലും ഒന്നിച്ചു മതേതരത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്നിച്ചു നിർത്താൻ നമുക്ക് സാധിക്കാത്തതുണ്ട്. അതുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്, ഈ രാജ്യത്ത് അടിസ്ഥാനപരമായി വർഗീയപരമായ ഭിന്നിപ്പുണ്ടാക്കിയാൽ ഞങ്ങൾ 50 വർഷക്കാലവും ഭരിക്കാം എന്ന് ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം പറയുന്നുവെങ്കിൽ അത് അവരുടെ മാത്രം കുഴപ്പമില്ല, അത് നമ്മുടേത് കൂടി കുഴപ്പമാണ് എന്ന് സ്വയം ബോധ്യപ്പെടുത്താനാണ് ഞാനിത് പറഞ്ഞത്. ഇവിടെ സൂചിപ്പിച്ചു, രണ്ടാമത്തെ മോഡി ഗവൺമെന്റിന്റെ കാലത്ത് ഈ രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങൾക്കെല്ലാം എതിരെ നടന്ന ആക്രമണങ്ങൾ ഒന്നൊന്നായി ഞാൻ നിങ്ങളും കണ്ടതാണ്. നമ്മൾ എന്തെങ്കിലും പ്രതികരിച്ചു എന്നത് എനിക്കും നിങ്ങൾക്കുമൊക്കെ സംശയമുണ്ടാക്കേണ്ടുന്ന കാര്യമാണ്. ഈ രാജ്യം വേണ്ട രീതിയിൽ അതിനെ പ്രതിരോധിച്ചോ എന്ന് പോലും സംശയമുള്ള ഒരാളാണ് ഞാൻ. നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായേക്കാം. നമ്മുടെ കേരളത്തിൽ പോലും നമുക്കത് വേണ്ടതുപോലെ പ്രതിരോധിക്കാൻ സാധിക്കില്ല. കേരളത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിർഭാഗ്യവശാൽ ഒരു സംഘപരിവാറുകാരൻ വിജയിച്ചു വന്നു എന്ന ഒട്ടും ശുഭകരമല്ലാത്ത സൂചന നമുക്ക് കാണേണ്ടി വന്നു. സൂചിപ്പിച്ചത് മറ്റൊന്നാണ്, രാജ്യത്തിന്റെ ഭരണഘടനാ സ്ഥാപനങ്ങളെല്ലാം രാജ്യത്തിന്റെ മതേതരത്വ ജനാധിപത്യ സോഷ്യലിസ്റ്റ് സങ്കല്പങ്ങളെ ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ തന്നെ തകർത്തെറിഞ്ഞാൽ മാത്രമേ ഈ രാജ്യത്ത് മതേതരത്വം തകർത്തെറിഞ്ഞാൽ മാത്രമേ ഈ രാജ്യത്തൊരു ഹൈന്ദവ രാജ്യത്തെ, വർഗീയ ഹൈന്ദവ രാജ്യത്തെ സ്ഥാപിക്കാൻ സാധിക്കൂ എന്ന കൃത്യമായ ബോധ്യമുള്ള ഒരു ഭരണകൂടം നടപ്പിലാക്കുന്ന നടപടികളെ കുറിച്ച് നമുക്ക് പരിശോധിക്കണം. പരിശോധിച്ചതുകൊണ്ടും
കരഞ്ഞു നിന്നതുകൊണ്ടും കാര്യമില്ല, പ്രതിരോധിച്ചാലേ സാധിക്കൂ എന്നത് സൂചിപ്പിക്കാനാണ് ഞാനിത് പറയുന്നത്. ഒന്നാം മോഡി ഗവൺമെന്റിന്റെ ആദ്യം ചെയ്തത് ഈ രാജ്യത്തെ പ്ലാനിംഗ്, ഈ രാജ്യത്തെ വികസനത്തിന് അടിസ്ഥാനപരമായ ഈ രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും ഒരുപോലെ കണ്ട് വളരെ കൃത്യമായ വിഭജനം, ഈ രാജ്യത്തിന്റെ റിസോഴ്സസ് വിഭജിക്കുന്ന, വളരെ അടിസ്ഥാനപരമായ രാജ്യത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് വിഭജിക്കുന്ന ഈ രാജ്യത്തിന്റെ പ്ലാനിംഗ് ബോർഡ് സംവിധാനത്തെ തകർത്തെറിയുകയാണ്. പ്ലാനിംഗ് ബോർഡ് ഇന്ന് ഈ രാജ്യത്തില്ല. ജവഹർലാൽ നെഹ്റു നടപ്പിലാക്കിയ ഈ രാജ്യത്തിന്റെ പട്ടിണിക്കാരുടെ, പട്ടിണിക്കോലങ്ങളുടെ രാജ്യമായ ഈ രാജ്യത്തെ 2014 ഈ മോഡി ഗവൺമെന്റ് ഇന്ത്യയുടെ അധികാരം കൈയാളാൻ ഏറ്റെടുക്കുന്നത് വരെ ഈ രാജ്യത്തും ലോകത്തിന്റെ വികസനത്തിന്റെ പട്ടികയിൽ 5 or 6 ആയിരുന്നു. ഇപ്പോഴും ഒട്ടും മാറ്റം വന്നിട്ടില്ല. 3 എന്ന് പല മാധ്യമങ്ങളും ബോഡിയും ഇടികളും തള്ളിയാലും എവിടെയാണോ 2014 നിൽക്കുന്നത് അതിനേക്കാൾ താഴെയാണ് ഗ്ലോബൽ ഇൻഡെക്സുകൾ എല്ലാം പരിശോധിച്ചാൽ ഈ രാജ്യത്തിന്റെ നിലനിൽപ്പ്. ഞാൻ പറഞ്ഞു വന്ന വിഷയം അതല്ല. ഈ രാജ്യത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ വികസനത്തിന്റെ സമീപനം നിർണ്ണയിക്കുന്ന, ഏറ്റവും നൈതികമായ വികസനം, ഈ രാജ്യത്തിന്റെ റിസോഴ്സസിന്റെ വിഭജനം നടക്കുന്ന പ്ലാനിംഗ് ബോർഡ് സംവിധാനത്തെ തകർത്തെറിഞ്ഞപ്പോ നമ്മുടെ രാജ്യത്തിന്റെ തെക്കേയറ്റത്തുള്ള ഈ കൊച്ചു തുരുത്താണ് പറഞ്ഞത്, ഞങ്ങൾക്ക് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക്, കമ്മ്യൂണിസ്റ്റുകാരനായ മുഖ്യമന്ത്രിക്ക് നെഹ്റുവിന്റെ നിയമസമീപനങ്ങളോട്, നെഹ്റുവിന്റെ രാഷ്ട്രീയ വീക്ഷണത്തോട് വിയോജിപ്പ് പരസ്യമായി പറയപ്പോഴും പറയുന്നു. കേരളത്തിന്റെ ശക്തനായ മുഖ്യമന്ത്രി പറഞ്ഞു, നിങ്ങൾ എന്ത് നടപ്പിലാക്കിയാലും ഈ രാജ്യത്തിന്റെ പ്ലാനിംഗ് ബോർഡ് ഈ രാജ്യത്ത് നിങ്ങൾ തകർത്തെറിഞ്ഞാലും ഈ കൊച്ചു സംസ്ഥാനത്ത് ഇപ്പോഴും ഞങ്ങൾ അതേ പ്ലാനിംഗ് ബോർഡ്, അതേ റിസോഴ്സസിന്റെ വികസനത്തിന്റെ നാന്ദിയാകുന്ന സമീപനങ്ങൾ, അതേ പ്ലാനിംഗ് ബോർഡ് ഈ രാജ്യത്ത് തുടരുമെന്ന് പ്രഖ്യാപിച്ച രാജ്യത്തെ ഏക മുഖ്യമന്ത്രിയാണ് കേരളത്തിന്റെ ഇന്നത്തെ മുഖ്യമന്ത്രി. പറഞ്ഞു വന്നത്, രാജ്യത്തിന്റെ ഓരോ ഭരണഘടനാ സ്ഥാപനങ്ങളെയും മറുഭാഗത്ത് തകർത്തെറിയാൻ കഴിയുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ശ്രമങ്ങൾ ഉയർന്നു വരുന്ന അപൂർവം തുരുത്തുകളിൽ ഒന്നാണ് കേരളം എന്ന് സൂചിപ്പിക്കാനാണ്. രാജ്യത്തിന്റെ ഏറ്റവും ശക്തമായ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിമാർക്ക് രാജിവെക്കേണ്ടി ഒഴിയേണ്ടി വന്നത്, ഈ രാജ്യത്തിന്റെ ഭരണകേന്ദ്രങ്ങൾ തകർത്തെറിയപ്പെട്ടത്, നിയമപരമായി തകർത്തെറിയപ്പെട്ടത് ഈ രാജ്യത്തെ സുപ്രീം കോടതിയുടെ അല്ലെങ്കിൽ ഭരണഘടനാ കോടതികളുടെ ശക്തിയും അതിന്റെ വലിപ്പവും അതിന്റെ മഹാത്മ്യവും കൊണ്ടാണ് എന്ന് നമുക്കൊക്കെ അറിയാം. 4 വർഷക്കാലം മുമ്പാണ് ഈ രാജ്യത്തെ ഏറ്റവും സീനിയറായ, ഏറ്റവും സമുന്നതരായ 3 ജഡ്ജിമാർക്ക് പരസ്യമായി പത്രസമ്മേളനം വിളിക്കേണ്ടി വന്നത്. കേട്ടിട്ടുണ്ടോ ചരിത്രത്തിൽ എവിടെയെങ്കിലും? രാജ്യത്തെ ഏറ്റവും സീനിയറായ 4 ജഡ്ജിമാർക്ക് കേരളത്തിൽ നിന്നുള്ള ബഹുമാന്യനായ, അന്നത്തെ ഇന്ത്യയുടെ കൊളീജിയത്തിന്റെ 3-ാം നമ്പറുകാരനായ, അല്ലെങ്കിൽ ഏറ്റവും സീനിയറായ ജഡ്ജിമാരിൽ 3-ഓ 4-ഓ നിൽക്കുന്ന കേരളത്തിൽ നിന്നുള്ള ബഹുമാന്യനായ ജസ്റ്റിസ് കുര്യൻ ജോസഫ് സാർ ഉൾപ്പെടെ പത്രസമ്മേളനം വിളിക്കേണ്ടി വരുന്നു. ഈ രാജ്യം എങ്ങോട്ടാണ് എന്ന് ചോദിക്കേണ്ടി വരുന്നു. ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ തകർക്കാനുള്ള ബോധപൂർവമായ നടപടികൾ ഈ രാജ്യത്ത് നടക്കുന്നു എന്ന് രാജ്യത്ത് ഏറ്റവും സമുന്നതരായ ന്യായാധിപന്മാർക്ക്, റിട്ടയർഡ് ന്യായാധിപന്മാർക്കല്ല, സർവീസിലുള്ളവർക്ക് പരസ്യമായി ചോദിക്കേണ്ടത്, പ്രതിരോധം തീർക്കേണ്ടത് അവസ്ഥയിലേക്ക് ഈ രാജ്യത്തിന്റെ നിയമ സംവിധാനത്തെ തകർത്തെറിയാൻ ഈ രാജ്യത്തിന്റെ ഭരണകൂടങ്ങൾ ബോധപൂർവമായി ശ്രമിക്കുന്നു. ഒരു പരിധിവരെ അവർ അത് വിജയിക്കാൻ ശ്രമിക്കുന്നു. ഏറ്റവും ഒടുവിലാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനം. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കാനുള്ളത് അത് സ്വതന്ത്രമായ ഒരു സംവിധാനമായിരിക്കണം. ഈ രാജ്യത്തിന്റെ ജനാധിപത്യം ഉറപ്പുവരുത്താനുള്ള ഏറ്റവും അടിസ്ഥാനപരമായ ഘടകമാണ്, ഏറ്റവും അടിസ്ഥാനപരമായ പില്ലറാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് നമുക്കറിയാം. അതൊരു ഭരണഘടനാ സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ ആരാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷനായി വരുന്നത്, ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് ഈ രാജ്യത്ത് ഏറ്റവും സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവകാശവും തന്റെ ഇടവും ത്രാണിയും അതിനുള്ള ആത്മാർത്ഥതയും സത്യസന്ധതയും ഉള്ളവരായിരിക്കണം എന്ന് ഇന്ത്യയുടെ സുപ്രീം കോടതി വിധിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് രാജ്യത്തിന്റെ ഇലക്ഷൻ കമ്മീഷണർമാരായി തെരഞ്ഞെടുക്കപ്പെടാനുള്ള കൊളീജിയം എന്ന് പറയുന്നത്. ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വേണം, ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് വേണം. അവർക്ക് 2 പേർക്കുമിടയിൽ, അവരാണല്ലോ രാജ്യത്തെ 2 ധ്രുവങ്ങൾ, രാഷ്ട്രീയപരമായ 2 ധ്രുവം എന്ന് പറയുന്നത്. അവർക്കിടയിൽ അമ്പയർമാരായി ഈ രാജ്യത്ത് ഏറ്റവും സ്വതന്ത്രമായ നീതി സംവിധാനത്തിന്റെ നെടുംതൂണായ സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസും വേണമെന്ന് ഈ രാജ്യത്ത് തീരുമാനിക്കപ്പെടുന്നു. സ്വാഭാവികമായും പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഇരുന്നാലും തീരുമാനമുണ്ടാകില്ല. കാരണം 2 താല്പര്യങ്ങളായിരിക്കും. അതിനപ്പുറത്ത് ഈ രാജ്യത്തിന്റെ ഭരണഘടനാനുസൃതമായ സംവിധാനം, ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പും ജനാധിപത്യവും സംരക്ഷിക്കണമെങ്കിൽ, സത്യസന്ധമായ തെരഞ്ഞെടുപ്പ് ഈ രാജ്യത്ത് നടക്കണമെങ്കിൽ അങ്ങനെ ഒരു ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടാകണമെന്ന് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം തീരുമാനിച്ചു.
അത് നടപ്പിലാക്കപ്പെട്ടു. പക്ഷേ നിർഭാഗ്യവശാൽ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും ഈ രാജ്യത്തിന്റെ സംഘപരിവാർ ഭരണകൂടവും ആദ്യം ചെയ്തത് കഴിഞ്ഞ 3 വർഷക്കാലത്തിനടുത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയുള്ള ആക്രമണത്തിന് വേണ്ടി സ്വരുക്കൂട്ടിയെടുത്ത ആദ്യത്തെ കാര്യമെന്നത് ഈ രാജ്യത്ത് ഒരു പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുന്നു. പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും നല്ലത്, ഈ രാജ്യത്തിന്റെ ചീഫ് ജസ്റ്റിസ് ആ സമിതിയിൽ ഉണ്ടാകരുത്. സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പ് നടക്കാൻ സത്യസന്ധനായ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ഈ രാജ്യത്ത് ഉണ്ടാകണമെങ്കിൽ പ്രധാനമന്ത്രിയുടെ താല്പര്യത്തിനനുസരിച്ച്, അദ്ദേഹത്തിന്റെ തിട്ടൂരത്തിനനുസരിച്ച്, അദ്ദേഹത്തിന്റെ ജൽപ്പനങ്ങൾക്ക് അതുപോലെ നടപ്പിലാക്കുന്ന കഴിവുകെട്ട ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഈ രാജ്യത്ത് ഉണ്ടാകാതിരിക്കണമെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ തീരുമാനം ഡിസൈസീവായ റോൾ എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിന്റെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം എന്ന നിയമം മാറ്റിപ്പറിച്ചുകൊണ്ട് ഞാനും എന്റെ പ്രിയപ്പെട്ടവരും ഒപ്പം പ്രതിപക്ഷ നേതാവും കേന്ദ്ര ഗവൺമെന്റ് നിശ്ചയിക്കുന്ന ഒരു കേന്ദ്രമന്ത്രിയും ഒപ്പം പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവ് ആരും ആയിക്കോട്ടെ എന്ത് ആക്ഷേപം പറഞ്ഞാലും എന്ത് വസ്തുതാപരമായ വിയോജനക്കുറിപ്പ് എഴുതിയാലും ഭൂരിപക്ഷം പ്രധാനമന്ത്രിയുടെ കൂടെയുള്ള അല്ലെങ്കിൽ കീഴിലുള്ള ഒരു ക്യാബിനറ്റ് മന്ത്രിയും കൂടി തീരുമാനിച്ചാൽ ഈ രാജ്യത്തിന്റെ പരമോന്നതരായ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്റെ നിയമനം എങ്ങനെയാകും എന്ന് എനിക്കും നിങ്ങൾക്ക് മനസ്സിലാകും. അവിടെയാണ് കേരളത്തിലെ പഴയ PWD സെക്രട്ടറിയായ ജ്ഞാനേഷ് കുമാർ എന്ന് പറയുന്ന മനുഷ്യൻ ഈ രാജ്യത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി വന്നതിന്റെ സാങ്കത്യവും അതിൽ നിന്ന് ഈ രാജ്യത്തിന്റെ ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ചും നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. ജ്ഞാനേഷ് കുമാർ കേരളത്തിൽ പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി ആയിരുന്നു, എറണാകുളം കലക്ടറായിരുന്നു. അന്ന് അദ്ദേഹത്തെ കുറിച്ച് വന്ന ആക്ഷേപങ്ങൾ, അന്ന് അദ്ദേഹത്തിന് നേരെയുണ്ടായ എറണാകുളം കലക്ടറായിരിക്കുമ്പോൾ വന്ന അഴിമതി ആരോപണങ്ങൾ, കേരളത്തിന്റെ വിജിലൻസ് വകുപ്പിന് കീഴിൽ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ അന്വേഷണത്തിന് വിധേയമായ ഒരു ഉദ്യോഗസ്ഥൻ, ആ അന്വേഷണത്തിന്റെ വസ്തുതകളിലേക്കും കാര്യങ്ങളിലും ഒന്നും ചർച്ച ചെയ്യാനുള്ള സമയം നമുക്കില്ല. പക്ഷെ അത്തരം ആക്ഷേപം വെറുമൊരു ജോയിന്റ് സെക്രട്ടറിയുടെ തലത്തിൽ നിൽക്കുമ്പോൾ ഒരു IAS ആദ്യം വരുന്നത് അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റ് ഒരു ഡെപ്യൂട്ടി സെക്രട്ടറി ആയിരിക്കും, പിന്നീട് ജോയിന്റ് സെക്രട്ടറി ആയിരിക്കും, അഡീഷണൽ സെക്രട്ടറി ആവും, സെക്രട്ടറി ആവും, അഡീഷണൽ ചീഫ് സെക്രട്ടറി ആവും, ചീഫ് സെക്രട്ടറി ആകും, ഭാഗ്യമുണ്ടെങ്കിൽ ക്യാബിനറ്റ് സെക്രട്ടറി ആകാം. കേന്ദ്ര ഗവൺമെന്റിന്റെ സെലക്ഷനാണ്. ഏറ്റവും താഴെയുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് കലക്ടർ എന്ന് പറയുന്നത്. ഇന്ത്യൻ സിവിൽ സർവീസിൽ ഏറ്റവും ഫ്രഷായ അല്ലെങ്കിൽ ഏറ്റവും താഴെയുള്ള ഒരു ഉദ്യോഗസ്ഥനായിരിക്കും. ഒന്നുകിൽ ഒരു ഡെപ്യൂട്ടി സെക്രട്ടറി ആയിരിക്കും, അല്ലെങ്കിൽ ജോയിന്റ് സെക്രട്ടറി ആയിരിക്കും. ജ്ഞാനേഷ് കുമാർ എന്ന് പറയുന്ന ഇന്നത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എറണാകുളം കലക്ടറായിരിക്കുമ്പോൾ അദ്ദേഹം ഒരു ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. വെറും ഒരു ജോയിന്റ് സെക്രട്ടറി, ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ഹയർക്കിയിൽ ഏറ്റവും താഴെയുള്ള ഒരു മനുഷ്യൻ. ആ മനുഷ്യനെതിരെ വന്ന ആക്ഷേപങ്ങൾ, അതിന്റെ വസ്തുതകൾ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയ്ക്ക് അതിനെക്കുറിച്ച് പരാതി ലഭിക്കുകയും പ്രാഥമിക അന്വേഷണം നടത്തുകയും അന്വേഷണത്തിന്റെ റിപ്പോർട്ട് എന്താണ് എന്ന് ഏതായാലും ഇപ്പോൾ നമുക്ക് ചർച്ച ചെയ്യേണ്ട, അതിന്റെ വസ്തുതകൾ നമുക്ക് അവസരം പോലെ ചെയ്യാം. അങ്ങനെ ആക്ഷേപം ഉന്നയിക്കപ്പെട്ട ഒരു മനുഷ്യൻ പിന്നീട് ഡൽഹിയിൽ റെസിഡന്റ് കമ്മീഷണറായി മാറുന്നു. അവിടെയാണ് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായുടെ പ്രിയപ്പെട്ടവനായ ജ്ഞാനേഷ് കുമാർ പിന്നീട് ഗുജറാത്തിലേക്ക് പോകുന്നു. തിരിച്ചു വരുന്നത് ഗുജറാത്തിൽ അദ്ദേഹത്തിന് നടന്ന അന്വേഷണം, ED അന്വേഷണം. ആ ED അന്വേഷണവും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റും നടത്തിയ അന്വേഷണം ഒരു സുപ്രഭാതത്തിൽ, നാളെയാണ് ഇലക്ഷൻ കമ്മീഷണറായിട്ട് വരുന്നതെങ്കിൽ അതിന്റെ തലേനാൾ EDയുടെ അന്വേഷണം, അദ്ദേഹത്തിനെതിരെ കുറ്റപത്രം കൊടുക്കാൻ തയ്യാറാക്കപ്പെട്ട കുറ്റപത്രം അവിടെ നിന്നും മാറുന്നു. അദ്ദേഹത്തിനെതിരെയുള്ള അന്വേഷണം ഡ്രോപ്പ് ചെയ്യപ്പെടുന്നു. ഒരു സുപ്രഭാതത്തിൽ ഇന്ന് വൈകുന്നേരമാണ് EDയുടെ അദ്ദേഹത്തിനെതിരെയുള്ള അന്വേഷണം. കുറ്റപത്രം കൊടുക്കേണ്ടുന്ന അഥവാ കുറ്റം ചെയ്തു എന്ന് BJP ഗവൺമെന്റിന്റെ കീഴിലുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയ ഒരു കേസിലെ പ്രതി, ആ പ്രതിക്കെതിരെയുള്ള കുറ്റപത്രം അന്വേഷണവും വേണ്ട എന്ന് ഒരു സുപ്രഭാതത്തിൽ തീരുമാനിക്കപ്പെടുന്നു. തീരുമാനം വരുന്നത് അങ്ങ് ഡൽഹിയിൽ നിന്നാണ്. അടുത്ത ദിവസം അദ്ദേഹം ഈ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി വരുന്നു. സ്വാഭാവികമായും അങ്ങനെയുള്ള മനുഷ്യരിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ നമുക്കുണ്ടാകുമെന്ന് പറയാൻ മാത്രം വിധികളൊന്നുമല്ല ഞാൻ നിങ്ങളൊന്നും. പക്ഷേ അന്ന് തൊട്ട് ഇന്നുവരെ അദ്ദേഹം നടത്തുന്ന, ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന, അഥവാ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ കീഴിലുള്ള ക്യാബിനറ്റ് മന്ത്രിയും കൂടി തീരുമാനിച്ച ഇലക്ഷൻ കമ്മീഷൻ, ഇതിന് ശേഷം ഈ രാജ്യത്തിന്റെ ഇലക്ഷൻ കമ്മീഷനായി ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, നമുക്കൊക്കെ അറിയാം. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഗവൺമെന്റ് അല്ല. ആ വാക്കൊന്ന് ആലോചിക്കണം. ഞാൻ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഗവൺമെന്റ് അല്ല, ഞാൻ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ്. എന്റെ അടിസ്ഥാനവും ഏറ്റവും പ്രധാനപ്പെട്ട രേഖ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭരണഘടനയാണ്.
ആ ഭരണഘടനയ്ക്ക് അനുസൃതമായി പ്രവർത്തിക്കാനുള്ള ത്രാണിയോ സത്യസന്ധതയോ ആർജവമോ ഇല്ലാത്ത കുറെ പേരിന്ന് ഈ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് ചക്രം തിരിക്കുന്നു. അവിടെയാണ് രാജ്യത്തിന്റെ വരാൻ പോകുന്ന ജനാധിപത്യ സംവിധാനത്തിന്റെ സമ്പൂർണമായ തകർച്ചയുടെ പ്രത്യാഘാതം ഞാനും നിങ്ങളുമൊക്കെ അനുഭവിക്കുന്നത്. ഈഡിയുടെ കുറ്റപത്രം ഒരു സായാഹ്നത്തിൽ അവസാനിപ്പിക്കുകയും അന്വേഷണം അവസാനിക്കുകയും ചെയ്ത മനുഷ്യൻ എന്തിനാണ് അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തി കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടല്ല. ഒരു അന്വേഷണം പ്രഖ്യാപിച്ചാൽ അതുകൊണ്ട് മാത്രം അയാൾ കുറ്റക്കാരനാണ് എന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. പലതരത്തിലുള്ള ആക്ഷേപങ്ങളും അന്വേഷണവും FIR ഒക്കെ വരും, ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റും ഒക്കെ വരും. അതുകൊണ്ട് അദ്ദേഹത്തിന് കുറ്റക്കാരനാണ് എന്ന് ഒരു അന്വേഷണ ഏജൻസിക്കും പറയാൻ പറ്റില്ല, ഞാനിക്കും നിങ്ങൾക്കും പറയാൻ സാധിക്കില്ല. പക്ഷേ അന്വേഷണം നടത്തി BJP ഗവൺമെന്റ് അമിത്ഷായുടെ കീഴിലുള്ള ഒരു അന്വേഷണ ഏജൻസി ഈ രാജ്യത്തെ മുഴുവൻ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയും ഈ രാജ്യത്തെ മുഴുവൻ പ്രതിപക്ഷ കക്ഷി നേതാക്കളെയും എങ്ങനെ തകർക്കാമെന്നു, എങ്ങനെ ഗൂഢാലോചന നടത്തി തകർക്കാമെന്നു കൃത്യമായി ഈ രാജ്യത്തിന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തിന്റെ ഒരു അന്വേഷണ സംവിധാനം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ ഒരു മനുഷ്യൻ അദ്ദേഹത്തെ അന്വേഷണത്തിൽ കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തിയിട്ടല്ല അന്വേഷണം അവസാനിപ്പിച്ചത്. കുറ്റപത്രം കൊടുക്കാൻ തീരുമാനിച്ചതിന്റെ പിറ്റേന്ന് അതിന്റെ തലേന്നാണോ അന്വേഷണം വേണ്ട എന്ന് പ്രഖ്യാപിക്കുകയും കുറ്റപത്രം കൊടുക്കേണ്ട ദിവസം അദ്ദേഹം ഈ രാജ്യത്തിന്റെ ഭരണഘടനാ സ്ഥാപനമായ ഇലക്ഷൻ കമ്മീഷന്റെ അംഗമായി വരുന്നു എന്നത് എത്രമാത്രം ജനാധിപത്യത്തിന് ഭൂഷണമായ കാര്യമാണ് ഈ രാജ്യത്ത് നടക്കുന്നതെന്ന് സൂചിപ്പിക്കാനാണ്. ഇവിടെ സൂചിപ്പിച്ചു SIR എന്നത് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്നാണ് അതിന്റെ ചുരുക്കപ്പേര്. നമ്മൾ സർ എന്ന് വിളിക്കുന്നത് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്നാണ് ഇന്ത്യയുടെ ഭരണഘടനയിലുള്ളത്. അത് സാധ്യമാണ്. റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിലെ 16-ാം വകുപ്പ് പ്രകാരം ഇലക്ഷൻ കമ്മീഷന് വോട്ടർ പട്ടിക പരിശോധിക്കാം. ഇലക്ഷൻ കമ്മീഷന് വോട്ടർ പട്ടിക പരിശോധിക്കാനും തയ്യാറാക്കാനുമുള്ള അവകാശം ആ നിയമത്തിന്റെ 1951 റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിന്റെ 12-ാം വകുപ്പ് പ്രകാരമുണ്ട്. നമുക്ക് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് ചെയ്തേ പറ്റൂ, കാരണം അങ്ങാരെ തെരഞ്ഞെടുപ്പ് നടക്കും. പക്ഷെ വിഷയം അതല്ല. ഈ രാജ്യത്ത് 1960 ഉണ്ടാക്കിയിരുന്ന ഒരു റൂളുണ്ട്, ഒരു നിയമമുണ്ട്. രജിസ്ട്രേഷൻ ഓഫ് ഇലക്ടറൽസ് എന്ന് വെച്ചാൽ വോട്ട് ചെയ്യാനുള്ള അവകാശമുള്ളവരുടെ ലിസ്റ്റ് തയ്യാറാക്കുന്ന ആവശ്യമായ റൂൾ. ആ റൂളിൽ റൂൾ 12 എന്ന് പറയുന്ന റൂളുണ്ട്. ഞാൻ നിയമത്തിന്റെ സാങ്കേതികത്തിലേക്കല്ല പോകുന്നത്, അത്തരം ചർച്ചയിലേക്കുമല്ല പോകുന്നത്. റൂൾ 12 പ്രകാരം ഫോം 6 കൊടുത്താൽ ഒരാളെ പുതുതായി ചേർക്കാം, ഫോം 7 കൊടുത്താൽ ആക്ഷേപം കൊടുക്കാം, ഒരാളെ ഡിലീറ്റ് ചെയ്യാൻ അവകാശം കൊടുക്കാം. അങ്ങനെ വരുന്ന ആക്ഷേപവും പുതിയ അപേക്ഷയും എവിടെയാണോ ഉള്ളത് അവിടെ പ്രസിദ്ധീകരിക്കപ്പെടണം. ആ പ്രസിദ്ധീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ റൂൾ 19 പ്രകാരം ഏറ്റവും കുറഞ്ഞത് 15 ദിവസത്തിൽ കുറയാത്ത സമയപരിധി കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ 30 ദിവസമെങ്കിലും, അങ്ങനെയാണ് നിയമത്തിൽ പറയുന്നത്. 30 ദിവസമെങ്കിലും, സാധ്യമെങ്കിൽ 15 ദിവസത്തിൽ കുറയാത്ത പരിധിയുള്ള നോട്ടീസ് കൊടുത്ത് ഹിയറിംഗ് നടത്തി ആരാണോ ഒഴിവാക്കാൻ വേണ്ടി പുതുതായി ചേർക്കാൻ വേണ്ടി വരുന്നത് അയാളെ നേരിട്ട് കണ്ട് പരിശോധിച്ചു 19 പ്രകാരം ഒരു അന്വേഷണം അതിന്റെ ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥൻ ഡിസ്ട്രിക്ട് ഇലക്ടറൽ ഓഫീസേഴ്സിന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ട് വേണം പുതുതായി ഒരാളെ ചേർക്കാൻ. ഇതാണ് നമ്മൾ എല്ലാവരും ഈ സാങ്കേതികമൊക്കെ അറിയുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷെ നമ്മൾ ഫോം 6 കൊടുക്കും, 7 കൊടുക്കും, ഹിയറിംഗ് നടത്തി പുതിയ ആളെ ചേർക്കും, പഴയ ആൾക്കാരെ ആവശ്യമില്ലാത്ത ഒഴിവാക്കും. പക്ഷേ ഈ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിന് മുമ്പിൽ ഇപ്പോൾ നടക്കുന്ന ഒരു കേസുണ്ട്. സൊസൈറ്റി ഫോർ ഇലക്ട്രൽ റിഫോംസ് വേഴ്സസ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്നാണ് ആ കേസിന്റെ പേര്. ആ കേസ് ബീഹാറിൽ നടന്ന SIR-മായി ബന്ധപ്പെട്ട കേസാണ്. കേസിൽ ഉന്നയിക്കപ്പെടുന്ന കുറെ ആരോപണങ്ങൾ, കുറെ ആക്ഷേപങ്ങൾ. ഇലക്ഷൻ കമ്മീഷൻ ആദ്യം സുപ്രീം കോടതിക്ക് മുമ്പാകെ പറഞ്ഞത് ഒരു തരത്തിലുമുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഒരു തരത്തിലുമുള്ള ഇടപെടൽ നടത്താൻ ഈ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിന് പോലും അവകാശമില്ല എന്നാണ്. സുപ്രീം കോടതി മുമ്പാകെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ യാതൊരു മാന്യതയുമില്ലാതെ എല്ലാ ഭരണഘടനാ തത്വങ്ങളും ലംഘിച്ചുകൊണ്ട്, എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് പരസ്യമായി സത്യവാങ്മൂലം കൊടുത്തത്. സുപ്രീം കോടതി പറഞ്ഞു അത് മടക്കി കീശയിലിട്ട് പോവുക. ഈ രാജ്യത്ത് നിയമപരമായി എന്ത് നടക്കുന്നു എന്ന് പരിശോധിക്കാനുള്ള ജുഡീഷ്യൽ റിവ്യൂക്കുള്ള അവകാശമുള്ള അത് പ്രധാനമന്ത്രിയുടേതായാലും പ്രസിഡന്റിന്റേതായാലും നിയമപരമായി ശരിയാണോ എന്ന് പരിശോധിക്കാൻ ബാധ്യസ്ഥമായ ഭരണഘടനാ സ്ഥാപനമാണിത്. ഇവിടെ ഇത്തരം തിട്ടൂരവുമായി വരരുത് എന്ന് പറഞ്ഞപ്പോഴാണ് അതിന് ഇലക്ഷൻ കമ്മീഷന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തക്ക് കാര്യം മനസ്സിലായത്. പിന്നീട് നമ്മളെല്ലാവരും വാർത്തയിൽ കാണുന്നതാണ്. ഓഗസ്റ്റ് 18 സുപ്രീം കോടതി പറഞ്ഞു ബീഹാറിൽ നടക്കുന്ന സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷനിൽ
ആർക്കാണോ ഒഴിവാക്കുന്നത് അവർക്ക് വീണ്ടും ചേരാനുള്ള 12 രേഖകളുടെ കൂടെ ആധാർ ഉണ്ടായിരിക്കണം. നമുക്കറിയാം, ഈ രാജ്യത്ത് എനിക്കും നിങ്ങൾക്കും അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ടുന്ന രേഖ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ആണെങ്കിൽ പോലും KYC കൊടുക്കണമെങ്കിൽ പോലും കോപ്പറേറ്റീവ് രംഗത്തുള്ളവർ ഇവിടെ ഉണ്ടാകും. KYC കൊടുക്കണമെങ്കിൽ സഹകരണ മേഖലയിൽ KYC കൊടുക്കണം പോലും അടിസ്ഥാന രേഖ ആധാറാണ്. സുപ്രീം കോടതിയാണ് പറയുന്നത്, ഈ രാജ്യത്തെ പൗരത്വത്തെ സംബന്ധിച്ച് ഈ രാജ്യത്ത് ഒരാൾ ജീവിക്കുന്നു, ഈ രാജ്യത്തെ പൗരനാണ് എന്ന് കാണിക്കുന്നതല്ല, അടിസ്ഥാനപരമായ രേഖയാണ് ഈ രാജ്യത്തെ ആധാർ എന്ന് പറയുന്നത്. ഇൻകം ടാക്സ് റിട്ടേൺ കൊടുക്കുന്നവർക്കറിയാം, പാൻ കാർഡാണ് പെർമനന്റ് അക്കൗണ്ട് നമ്പറാണ്, പാൻ നമ്പറാണ്, ഈ പാൻ കാർഡാണ് ഈ രാജ്യത്തെ ഇൻകം ടാക്സ് കൊടുക്കുന്ന ഒരാളുടെ അടിസ്ഥാനപരമായ രേഖ. നമ്മുടെ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും പാനുമായി ബന്ധപ്പെടണം, ഇല്ലെങ്കിൽ ഒട്ടും സമീപമല്ലാത്ത ഭാവിയിൽ നമ്മുടെ അക്കൗണ്ടുകളൊക്കെ അത് ഫ്രീസ് ചെയ്യപ്പെടും. ഞാൻ മറ്റൊരു കാര്യം സാന്ദർഭികവശാൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെയുള്ള 2 രേഖകൾ ഈ രാജ്യത്ത് ഒരു പൗരന്റെ ഏറ്റവും അടിസ്ഥാനപരമായ രേഖ എന്ന് ഈ രാജ്യത്ത് നിയമപരമായി ഭരണഘടനാപരമായി പരിശോധനകൾക്ക് ശേഷം നൽകപ്പെടുന്ന ആധാർ എന്ന് പറയുന്ന രേഖ, ആ ആധാർ കൂടി ഈ ഇന്റൻസീവ് പരിശോധനയിൽ തീവ്ര പരിഷ്കരണ റിവിഷനിൽ നടക്കുമ്പോൾ ഒഴിവാക്കപ്പെടുന്നവർക്ക് വീണ്ടും വോട്ടർ പട്ടികയിൽ ചേർക്കാൻ, അതുകൂടി ഹാജരാക്കാൻ അവസരം കൊടുക്കണമെന്ന് അതുകൂടി സ്വീകരിക്കണം. ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു, ഞങ്ങൾക്ക് ആധാർ ബാധകമല്ല, ഞങ്ങൾക്ക് പാൻ കാർഡ് ബാധകമല്ല. ബീഹാറിൽ ഞങ്ങൾ തീരുമാനിക്കും ഏത് രേഖയാണ് പൗരന് ഹാജരാക്കേണ്ടത് എന്ന്. ആ രേഖയിൽ 12 രേഖയിൽ ആധാറില്ല, പാൻ കാർഡില്ല. ഓഗസ്റ്റ് 18 ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞു, നിങ്ങളുടെ തെട്ടൂരം മടക്കിൽ കീശയിൽ വെക്കുക. ഞങ്ങൾ പറയും, നിയമം ഞങ്ങൾ പറയും, 13ാമത്തെ രേഖയായി പാൻ കാർഡ് ഉണ്ടാകണം, 13ാം രേഖയായി ആധാർ ഉണ്ടാകണം, 14ആയി പാൻ കാർഡ് ഉണ്ടാകണം. നടപ്പിലാക്കേണ്ടി വന്നു. പുനഃപരിശോധനാ ഹർജി കൊടുത്തു, തള്ളി, നടപ്പിലാക്കേണ്ടി വന്നു. ഒടുക്കം 6.7 കോടി വോട്ടർമാരുള്ള ബീഹാറിൽ ഏറ്റവും അവസാനം SIR പൂർത്തിയാക്കിയെന്ന് ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചപ്പോൾ അവിടെ 45 ലക്ഷം പേരെ ഒഴിവാക്കി. പിന്നീട് സപ്ലിമെന്റായി 17 പേരെ കൂടി ഒഴിവാക്കി. അങ്ങനെ 65 ലക്ഷം പേരെ ഒഴിവാക്കി. ആ 65 ലക്ഷം പേർ ഒഴിവാക്കുന്നവരാരൊക്കെയാണോ അവരുടെ പേരും വിവരവും ജില്ലാ റിട്ടേണിംഗ് ഓഫീസ്, ജില്ലാ ഇലക്ഷൻ ഓഫീസുകൾ അതാത് സ്ഥലത്ത് പരിശോധിക്കണം, അതാത് സ്ഥലത്ത് പ്രസിദ്ധീകരിക്കണമെന്നത് ഇലക്ഷൻ റൂൾസ് പ്രകാരം നേരത്തെ പറഞ്ഞ രജിസ്ട്രേഷൻ ഓഫ് ഇലക്ഷൻ റൂൾസ് 1960 നിയമപ്രകാരം, റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിലെ 1950 2 നിയമമുണ്ട്, 50 നിയമപ്രകാരം അതാത് ആരെയൊക്കെയാണോ ഒഴിവാക്കിയത് അവരുടെ പേരും വിവരവും അതാത് സ്ഥലത്ത് പ്രസിദ്ധീകരിക്കണം. ബീഹാറിന്റെ കാര്യത്തിൽ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു, അത് ഞങ്ങൾക്ക് ബാധകമല്ല, ഞങ്ങൾ നടപ്പിലാക്കില്ല. വീണ്ടും സുപ്രീം കോടതിയുടെ ഉത്തരവ് വന്നു, നിങ്ങൾ ഒഴിവാക്കപ്പെട്ട 45 ലക്ഷം പേരുടെയും 45 ലക്ഷം പേരുടെയും ആരെയൊക്കെയാണോ ഒഴിവാക്കിയത് അവരുടെ മുഴുവൻ രേഖകളും അവരുടെ മുഴുവൻ പേരും അവരുടെ വിലാസവും എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ കൊടുത്തത് എന്ന് ഒഴിവാക്കിയത് എന്നത് ജില്ലാ ഇലക്ഷൻ ഓഫീസർമാർ പ്രസിദ്ധീകരിക്കണം. ആ പ്രസിദ്ധീകരണം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇന്നും അത് പൂർണ്ണമായി പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഇന്ന് 4 മണിക്ക് ജ്ഞാനേഷ് കുമാർ നടത്തിയ പത്രസമ്മേളനത്തെ കുറിച്ച് പറയാം. അതിനു മുമ്പ് ബീഹാറിൽ മൊത്തം 64 ലക്ഷം പേർ ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന 45 ലക്ഷം പേര് ഒഴിവാക്കുന്നതിന് കാരണമായി സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ പറഞ്ഞത്, ഈ രാജ്യത്തിന്റെ പൗരന്മാരല്ലാത്ത ഈ രാജ്യത്തിലേക്ക് കടന്നു കയറിയ ഈ രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന്, ആഭ്യന്തരവും വൈദേശികമായ സുരക്ഷിതത്വത്തിന് അപകടമുണ്ടാക്കുന്ന കുറെ പേർ ഇവിടെ ബീഹാറിലുണ്ട്. അവർ ബംഗ്ലാദേശി തീവ്രവാദികളാണ്, പാകിസ്ഥാനി തീവ്രവാദികളാണ്, അവർ ഇന്ത്യക്കാരല്ല, അവരെ ഒഴിവാക്കണം. ഇതാണ് സുപ്രീം കോടതിയിൽ പറഞ്ഞ കാര്യം. ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു തീവ്രവാദി ഏതെങ്കിലും ഒരു മൈഗ്രേറ്റ് ചെയ്ത് ഇവിടെ കുടിയേറി ഈ രാജ്യത്തിന്റെ പൗരനല്ലാത്ത ആരെങ്കിലും ഒരാൾക്ക് ഇവിടെ വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടാകരുത് എന്ന് നിർബന്ധ ബുദ്ധി അവരെ പോലെ നിങ്ങൾക്കും എനിക്കുമുണ്ട്. പക്ഷേ അവിടെയാണ് ഒഴിവാക്കപ്പെട്ടവർ 45 ലക്ഷം ജനങ്ങളിൽ 10 പേർ പോലും ബംഗ്ലാദേശിൽ നിന്ന് വന്ന തീവ്രവാദികളോ ബംഗ്ലാദേശിൽ നിന്ന് വന്ന കുടിയേറ്റക്കാരോ അല്ല. ഈ രാജ്യത്ത് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ദളിത് വിഭാഗത്തിൽ വരുന്ന 17 ലക്ഷം ജനങ്ങളും ബാക്കി വരുന്നത് ഭൂരിപക്ഷം മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരും ആണ് എന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. 45 ലക്ഷം പേരെ ഒഴിവാക്കിയത്. ഈ രാജ്യത്ത് മറ്റൊരു രാജ്യത്തെ പൗരൻ വോട്ട് ചെയ്യരുത് എന്ന് ബോധ്യമുള്ളവരാണ് എന്ന് വിശ്വസിക്കുന്നവർ തന്നെയാണ് ഞാനും നിങ്ങളും. നമ്മൾക്ക് ആർക്കും അതിൽ വ്യത്യസ്ത അഭിപ്രായമില്ല. രാജ്യത്തിന്റെ ആഭ്യന്തര
മറ്റൊരുവന്റെയും കയ്യിൽ കൊടുക്കാനും ഏതൊരു വൈദേശികമായ ചാരപ്രവർത്തനത്തിനും ഈ രാജ്യം ഇരയാകുന്നു എന്ന ബോധ്യമുള്ളവരാണ് ഞാനും നിങ്ങളും. ഞങ്ങളെല്ലാം ഈ രാജ്യത്തിന്റെ പൗരന്മാരാണ്. ഈ രാജ്യത്തിന്റെ മാതാവിനെ പോലെ കാണുന്ന ഈ രാജ്യത്തെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണ് ഞാനും നിങ്ങളും. നമുക്കാർക്കും സംശയമില്ല. പക്ഷേ മോഡി പറയുന്നു നിങ്ങളൊന്നും അതിൽപ്പെട്ടവരല്ല, നിങ്ങളെല്ലാം രാജ്യദ്രോഹികളാണ്. ബീഹാറിലെ SIR-നെതിരെ നിലപാടെടുക്കുന്നവരെല്ലാം രാജ്യദ്രോഹികളാണ്, ബംഗ്ലാദേശി ചാരന്മാർക്ക് വേണ്ടി ചെയ്യുന്നതാണ്. പക്ഷേ സുപ്രീം കോടതി പറഞ്ഞു ഒഴിവാക്കപ്പെട്ട 45 ലക്ഷം പേരിൽ എത്ര പേരുണ്ട് ബംഗ്ലാദേശികൾ? ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. ഒഴിവാക്കപ്പെട്ട വിദേശികളുണ്ട് ഈ രാജ്യത്ത്. അതുകൊണ്ടാണ് ഇവിടെ തീവ്ര പരിഷ്കരണം നടപ്പിലാക്കിയപ്പോൾ 45 ലക്ഷം പേരെ ഒഴിവാക്കിയത് എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം കോടതി പറഞ്ഞു. ചോദിച്ചു ആരാണ് ഈ രാജ്യത്ത് ഒഴിവാക്കപ്പെട്ട മനുഷ്യർ? ഈ രാജ്യത്ത് ഒഴിവാക്കപ്പെട്ട തീവ്രവാദികൾ ആരൊക്കെയാണ്? തീവ്രവാദികൾ പോട്ടെ,